എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു ദൂരെ യാത്ര പോവുകയാണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ, നമ്മൾ ഫ്ലോറിഡയിലേക്കാണ് പോണത്. അപ്പോൾ ഫ്ലോറിഡയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് പോകാം കേട്ടോ, പക്ഷേങ്കിൽ നമ്മൾ കാറിനാണ് പോണത്. അപ്പോൾ 2 ദിവസത്തെ യാത്രയുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും, എന്നിട്ട് നാളെ രാവിലെ വീണ്ടും യാത്ര തുടങ്ങും. നാളെ രാത്രിയാണ് ഫ്ലോറിഡയിലെത്തുള്ളൂ. ഫ്ലോറിഡയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ പോണത് ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഒരു 3 ദിവസം സ്റ്റേ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും കൂടി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കറങ്ങി അടിച്ച് നടക്കണതിന് നല്ലത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല സ്ഥലങ്ങൾ നോക്കി കാണുക, അങ്ങനെ വിചാരിച്ചാണ്ടോ നമ്മളിപ്പോൾ ഒരു സ്ഥലം പോണത്. പിന്നെ മാത്രമല്ല, ഇനിയും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാമല്ലോ ബാക്കിയുള്ള സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒർലാൻഡോ പോകാം, അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ വീഡിയോയിലൊക്കെ ഇടാനൊക്കെ പരമാവധി ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ വീഡിയോ എന്തോരം ലെങ്ത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ വീഡിയോ ആണോ അതോ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ഇടാൻ പറ്റുമോ എങ്ങനെയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പരമാവധി ഞാൻ 2 ദിവസത്തെ വീഡിയോയും കൂടി ഒരുമിച്ച് ഇടാൻ ശ്രമിക്കാം. പിന്നെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ നീണ്ടു പോവുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു. എന്തായാലും വളരെ ആകാംക്ഷയിലാണ് പുതിയൊരു സ്ഥലം കാണാൻ പോണതിൻ്റെ. കഴിഞ്ഞ ദിവസം മഞ്ഞൊക്കെ പെയ്തായിരുന്നു, അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇവിടെയൊക്കെ കാണാം. മിനിയാന്ന് പെയ്താണ് മഞ്ഞ്, അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇതുവരെയും പോയിട്ടില്ല. ഇപ്പോഴും നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് തണുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആകെ അമേരിക്കയിൽ തണുപ്പ് കുറഞ്ഞ സ്ഥലമെന്ന് പറയണത് ഫ്ലോറിഡയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ കാലങ്ങൾക്ക് ആകുമ്പോഴത്തേനും ഇവിടുന്ന് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ഫ്ലോറിഡ എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ചെന്നാൽ ചൂടാണോ തണുപ്പാണോ മഴയാണോ എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ ചെന്ന് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. പിന്നെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യണത് എവിടെയെന്നൊന്നും ഞാൻ പോകുന്ന വഴിക്ക് പറയാട്ടാ. ഇപ്പം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂറുകൾ ഇന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തും, അത് ഏത് സ്ഥലമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസത്തേക്കൊക്കെ ഒരു യാത്ര പോണത്. ഇപ്പോൾ മഞ്ഞൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ പോണ സ്ഥലത്ത് തണുപ്പില്ലാത്തതുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ പറ്റൂലേ, നല്ല തണുപ്പായിരിക്കും. നമുക്കിപ്പോൾ ഏകദേശം ഒരു 8 സ്റ്റേറ്റ് കടന്നിട്ട് വേണം കേട്ടോ ഈ ഫ്ലോറിഡയിൽ എത്താനായിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ഈ പെൻസിൽവാനിയ അതിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ പകുതി വരെയൊക്കെ ഉണ്ടായിരുന്നു ഈ റൂട്ടിലൊക്കെ നല്ല മഞ്ഞുകൾ. അതിനുശേഷം പിന്നെ ആകെ മഞ്ഞൊന്നും പിന്നെ കാണാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ നമ്മളിപ്പോൾ സ്റ്റേറ്റ് വെർജീനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻസിൽവാനിയ, മേരിലാൻഡ്, വാഷിങ്ടൺ. അപ്പോൾ ഇത്രയും കടന്നതിന് ശേഷം ഉണ്ടോ നമ്മളിപ്പോൾ വെർജീനിയ എത്തിയത്. അപ്പോൾ പോകുന്ന വഴിയിലെ ഈ ഹൈവേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഈ പോണ ഒരേപോലത്തെ വഴി. അതുകൊണ്ടാട്ടോ ഞാൻ കാഴ്ചകളൊന്നും കാണിക്കാതെ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയേക്കണത്. ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റും ഒക്കെ കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കോളേജും ഹോസ്റ്റലൊക്കെ അടുത്തുള്ള ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കാണ് കോളേജ് പിള്ളേരുടെയൊക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ റൊട്ടിയും അതുപോലെ തന്നെ സാലഡ് അതൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ടേസ്റ്റ് ഒന്നും കിട്ടൂല എങ്കിലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷവർമയാണ്. അതും കുഴപ്പമില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് അല്ലല്ലോ ഇത്, ഏതൊരു പലസ്തീൻ അങ്ങനത്തെ എന്തോ ഒരു മോഡൽ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇത് ഷവർമ പ്ലേറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഷവർമ പ്ലേറ്റ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ മയോണൈസിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇതേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം. അതാട്ടോ ഞാൻ കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കാത്തത്. നമ്മളിപ്പോൾ ഇതേ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിലും അത്ര അങ്ങോട്ട് സുഖം ഉണ്ടായിരുന്നില്ല, ആ ഒരു ടേസ്റ്റേ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് വൈകിട്ട് തിരഞ്ഞെടുത്തത്.
അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു സീസൺ ആയതുകൊണ്ടേ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും. പിന്നെ ചില സ്ഥലത്തൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ അങ്ങനെ അടച്ചു കിടക്കുകയായിരുന്നു, ഫുൾ അവധിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ 65 ആണ്. പക്ഷേ എങ്കിൽ ഇവിടെയൊക്കെ ഇതൊരു ഗ്രേവി പോലെയാണ് കേട്ടോ കിട്ടിയത്. കുഴപ്പമില്ല, ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം ഈ ഇന്ത്യൻസിൻ്റെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് ആയതുകൊണ്ടേ ഫുള്ള് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വന്ന് പാർട്ടിയും അതും ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. പിന്നെ നമ്മളിതേ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ കിട്ടിയ സാമ്പാർ വേറെ ഒരു ടേസ്റ്റായിരുന്നു, ഒരു നമുക്ക് പറ്റൂല അതൊരു ടേസ്റ്റ്. ചട്നി അടിപൊളിയായിരുന്നു. പിന്നെ അതേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ. ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വൈറ്റ് റൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് കറി കിട്ടിയാലും അതിൻ്റെ കൂടെ ഇവർ ഇങ്ങനെ വൈറ്റ് റൈസ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായ ഓർഡർ ചെയ്തു. ചായയൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എങ്കിലും നമ്മുടെ ന്യൂജേഴ്സിയുടെ അത്രയും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏകദേശം നോർത്ത് കരോലിന എന്ന് പറയുന്ന സ്ഥലത്ത് ഷാർലറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് ഷാർലറ്റിനെ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഹോട്ടൽ എടുത്തേക്കണേ. ആ കാണാണ്ട നമ്മുടെ ഹോട്ടൽ. പക്ഷേ എങ്കിൽ ആ കാണുന്ന പോലെ ഒന്നും കേട്ടോ, ഇത് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് എത്തിപ്പെടാനായിട്ട് എന്തൊരു പാടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടി മാപ്പ് ഇട്ടിട്ട് പോലും കറക്റ്റായിട്ട് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെയൊക്കെ ചുറ്റി കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആ കറക്റ്റ് സ്ഥലത്ത് എത്തിയത്. നമ്മളങ്ങനെ ഹോട്ടലിൽ വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണതിന് സെപ്പറേറ്റ് പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കണം. അങ്ങനെ അതേ റിസപ്ഷനിൽ വന്നു. നമ്മളപ്പോൾ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളും. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഓർമ്മയുണ്ട, ഞാൻ മറ്റേ ക്രിസ്മസ് വിഷസ് ഒക്കെ ചെയ്തത് ഈ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടേക്കണവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്രിസ്മസ് ആയതുകൊണ്ടേ മിക്ക ഹോട്ടലിലും മിക്ക സ്ഥലങ്ങളിലും ഇതേമാതിരി ഡെക്കറേഷനൊക്കെയാണ്. അപ്പോൾ ഈ റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊന്നും കാണാനോ നിൽക്കാനൊന്നും നമുക്ക് നേരമില്ല കേട്ടോ. നമ്മളിപ്പോൾ നേരെ അതേ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ ഹോട്ടൽ റൂമൊക്കെ പോലെയൊക്കെ തന്നെ. അപ്പോൾ അതേ പിള്ളേർ വന്ന പാടേനെ കിടക്കാനുള്ളൊരു ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. നമുക്കത്ര വലിയ ടയേർഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത്തെ യാത്ര നല്ല രസകരമായിരുന്നു. കാര്യം ഹൈവേ കൂടെ ആണെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ ഫ്രിഡ്ജ്, ഓവൻ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ്. ഞാൻ എല്ലാം കൂടി ഒന്ന് ചുരുക്കി ചെറിയ രീതിയിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോയും കൂടി ഒരുമിച്ചാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എത്താനും പിന്നെ അതുപോലെ തന്നെ വലിയ ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ ഇനിയിപ്പോൾ കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. പിറ്റേന്ന് രാവിലെയാണ് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതേ 9 മണി വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ 8:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകളൊക്കെ. അതായത് ചോക്കോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്സ് ഉണ്ട്, പിന്നെ റവയുടെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ അതുപോലെ കുറച്ച് ഈ യോഗട്ട് കാര്യങ്ങൾ, മിൽക്ക് ഷേക്ക് അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് മുട്ട ഇങ്ങനെ ഇതാക്കി എടുത്തേക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് നമ്മൾ ഈ ബർഗറിൻ്റെയൊക്കെ ഉള്ളിൽ വയ്ക്കൂലേ പാറ്റി, അതാണ് കേട്ടോ ഇത് ചിക്കൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ മെയിനായിട്ട്. ഈ ഒരു മുട്ടയും പിന്നെ അതുപോലെ ഈ ഒരു ചിക്കൻ്റെ പാറ്റിയുമാണ് ആകെ ഉള്ളത്. പിന്നെ കുറേ സോസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സോസുകളാണ്. പിന്നെ അതുപോലെ കുറേ ബ്രെഡുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. ബണ്ണ് അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫുള്ള് ഫ്രൂട്ട്സുകളാണ്. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഓറഞ്ച്, ഇതേ മുട്ട പുഴുങ്ങിയത്, പഴം. നമ്മൾ ചെന്നപ്പോഴത്തേനും കുറേയൊക്കെ തീർന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പഴമൊക്കെ കണ്ടില്ലേ, പഴമൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഫുഡൊന്നും ഇവർ രണ്ടാമത് ഫില്ല് ചെയ്യാനും പിന്നെ ഒക്കെ ഇത്തിരി മടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അത് കൊണ്ടുവന്ന് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരൊരു മനുഷ്യനെ അവിടെ ഇരുത്തൂല കേട്ടോ, എല്ലാവരും ഒരു ഓടിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെയൊക്കെ. അങ്ങനെ എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഫുള്ളൊരു മധുരമാണ് എല്ലാ ഫുഡിനും.
എരിവുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഷാർലറ്റിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ എത്തുള്ളൂ ഒർലാൻഡോയിൽ. ഇന്നലെ നമ്മൾ യാത്ര ചെയ്തില്ലേ, അത്രയും തന്നെ ദൂരമുണ്ട് ഇന്നും. അപ്പോൾ പോകുന്ന വഴിയിൽ എത്ര സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്യണം, എന്തൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പോകുന്ന വഴിയിൽ നമുക്ക് അതൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ആരംഭിക്കാം. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിലെ പൂളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ ഇറങ്ങാനോ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനോ ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി സിറ്റിയാണ് ഇവിടെ. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ റൂമൊക്കെ എടുത്തേക്കണം. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നിനും നേരമില്ല. കുറേ ദൂരം ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒർലാൻഡോ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. പൂളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ, ഒന്നിനും സമയമില്ല. പിന്നെ മാത്രമല്ല അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ പൂളിലിറങ്ങും. അപ്പോൾ ഇത് ഷാർലറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോണത്. എങ്കിലും മുഴുവനും കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ, ഒരു സൈഡിൽ കൂടെ അത്ര തന്നെ. അപ്പോൾ രാത്രി കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ, ഇപ്പോൾ ഒരു വേറൊരു ലുക്ക്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. സൗത്ത് കരോലിന എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കടന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ തന്നെ ഇലകളൊക്കെ അത്ര അങ്ങോട്ട് കൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആ ഒരു ന്യൂജേഴ്സിയിലെ പോലെ തന്നെ. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. അപ്പോൾ ഞാനിതൊക്കെ വേഗം സ്കിപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് നിങ്ങളെ വീഡിയോ ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ടോ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് എടുത്തെടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്നേക്കുന്നതും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അതേ ബൊഫേ ഫുഡാണ്ടോ നമ്മളിന്ന് സെലക്ട് ചെയ്തേക്കണത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും സുഖമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെയും കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നേ, കൂടുതലും വെജിറ്റബിളൊക്കെയാണ്. ഇതൊക്കെ ഫുള്ള് വെജിറ്റബിളിൻ്റെ കറികളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കടലക്കറി, പിന്നെ ഓരോരോ കറികൾ, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ചീരയുടെ കറികൾ, ഇത് ബട്ടർ ചിക്കൻ, അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് തന്തൂരി ചിക്കനാണ് കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ബിരിയാണിയാണ്. ഇതൊക്കെ ഫുള്ള് സ്വീറ്റ്സാണ് കേട്ടോ, പായസവും കാര്യങ്ങളും ഒക്കെ. മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മോശമില്ല കേട്ടോ ഇന്നത്തെ ഒരു ലഞ്ച്. അപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. രാവിലത്തെ ഭയങ്കര ബോറായിരുന്നു. ഇതൊരു പക്കവടയാണ് കേട്ടോ, മിക്സ്ഡ് വെജിറ്റബിൾ പക്കവട. അപ്പോൾ ബൊഫേ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതേ ആ കാണേണ്ട മിക്സഡ് അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി അച്ചാറായിരുന്നേ. പിന്നെ അതുപോലെ ഒരു മിൽക്ക് ഷേക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറില്ലാത്ത കുറ്റമുള്ളൂ, എന്തോരം വേണേലും ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇതേ കണ്ടില്ലേ, ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നേ. പോരാത്തതിന് മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്ന് ഹൈവേയിൽ കുറേ നേരം ബ്ലോക്കിൽ 1 മണിക്കൂറോളമൊക്കെ നമുക്ക് കിടക്കേണ്ടതായി വന്നു. പിന്നെ മാപ്പ് വേറെ വഴിയൊക്കെ തിരിച്ചു വിട്ട് ഉള്ളുവഴി കൂടെയൊക്കെ പോയി വീണ്ടും ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് യാത്ര ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു. കാരണം വെച്ചാൽ ടയേർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇത് കണ്ടില്ലേ, നമ്മൾ ഉള്ളുവഴി കൂടെയാണ് ഇന്ന് കൂടുതലും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈവേ കൂടിയേ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി കയറ്റി വിടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കുറേ നേരം എടുത്ത്, അല്ലെങ്കിൽ എത്രയോ പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിച്ചേനെ. അങ്ങനെ നമ്മളിടയ്ക്ക് ജോർജിയയൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്ത്. അപ്പോൾ ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വന്നപ്പോഴാണ് നമ്മളിതേ ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കണത്. ആ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ തന്നെ അതേ പാത്തുവിന് കുറേ ഈ കളറിങ് ചെയ്യാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കളർ പെൻസിലും പിന്നെ അതുപോലെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ അതിലാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേണ്. പിന്നെ നമ്മൾ ഈ കോള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. വന്നു കഴിയുമ്പോൾ തന്നെ എന്താണെന്ന് അവർ കോക്ക് വേണമെന്നൊക്കെ ഒന്ന് ചോദിക്കും. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എത്ര തണുപ്പാണെങ്കിലും ഇവിടുത്തെ വെള്ളത്തിലൊക്കെ ഇതുമാതിരി ഇങ്ങനെ ഐസിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ചൂടുള്ള ഒരു സാധനവും കിട്ടൂല, ചായ കോഫി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചെമ്മീനായിരുന്നു. പിന്നെ അതേ ഇതൊരു ബർഗറാണ്. ബർഗർ ഇങ്ങനെ ഉണ്ട് കിട്ടുള്ളൂ, നമ്മളത് ബർഗറാക്കി എടുക്കണം.
പിന്നെ അതുപോലെ ഒരു ചിക്കൻ സ്റ്റീക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രൈഡ് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, തിരക്ക് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റൊക്കെ അല്ലെങ്കിൽ നേരത്തെ അടക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴാണ് എൻ്റെ ബാക്കിൽ ഇത് കണ്ട ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിക്കുന്നത്. ഞാനിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ആ ഒരു ഭാഗം കാണുന്നത്. അത് ഷൂട്ട് ചെയ്തപ്പോൾ ഞാനത് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ ഏകദേശം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റിലേക്ക് കടന്നാലും ഒരുപാട് പോകണം കേട്ടോ. ഈ ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഏകദേശം ആ ഒരു എന്താ പറയുക, ആ ടൂറിസ്റ്റ് പ്ലേസുകളുടെയൊക്കെ നടുക്കായിട്ടാണ് നമ്മൾ ഹോട്ടൽ റൂം എടുത്തേക്കണത്. അപ്പോൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഈ പനകൾ പോലത്തെ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും നമുക്കിനി പകൽ വെളിച്ചത്തിൽ കാണാമല്ലോ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് ഹോട്ടൽ റൂമുകളാണ് കേട്ടോ, എവിടെ നോക്കിയാലും ഹോട്ടൽ റൂമുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേ അങ്ങനത്തെ ഇഷ്ടംമാതിരി ഫുള്ള് ടൂറിസ്റ്റുകൾ വന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഒർലാൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടെയും പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ക്യാഷൊക്കെ കൊടുക്കണം. നമ്മളങ്ങനെ അകത്ത് കയറി എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എൻ്റെ പൊന്നെ ക്യൂ നിൽക്കുകയായിരുന്നു നമ്മൾ ഈ നേരത്തെ എത്തിയിട്ട് പോലും. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഡെക്കറേഷൻ ആയിരുന്നു, ക്രിസ്മസ് ആയതുകൊണ്ടേ ഫുള്ള് ക്രിസ്മസ് ട്രീകളായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമൊക്കെ കിട്ടാൻ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റൂം കിട്ടാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല വലിയ റൂമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ സ്റ്റേ ചെയ്ത പോലെ എല്ലാ റൂമിനും അതുപോലെ തന്നെ ഡൈനിങ് ഹോള് എല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു റൂമിലായിട്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ ചെറിയൊരു കിച്ചണും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ബാത്റൂം. ഇതും വലിയ ബാത്റൂമാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, ഇത്രയും കൂടി വലിപ്പം കൂടുതലാണ്. എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു റൂമും ബാത്റൂമും ഒക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിച്ചണാണ് കേട്ടോ. കിച്ചണാണ് ഏറ്റവും രസം കാണാനായിട്ട്. ചെറിയ വലിപ്പമാണ് എങ്കിലും എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഗ്യാസ് അടുപ്പ്, ഡിഷ് വാഷർ, ഓവൻ, ഫ്രിഡ്ജ്, അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ നീണ്ട 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ ഒർലാൻഡോ എത്തിയൊക്കെയാണ്. അയ്യോ, എന്തായാലും യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു ടയർഡൊന്നുമില്ല. പിന്നെ ഇവിടെ കാലാവസ്ഥയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തണുപ്പൊന്നുമില്ല. അങ്ങനെ നല്ല തിരക്കാണ്, ബ്ലോക്കിൽ പെട്ടുപോയിന്, അതാണ് ഇത്ര ലേറ്റായത്. അല്ലെങ്കിൽ നമ്മളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേനും എത്തിയേനായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. ഇന്ന് ഫുൾ ഡേ ബ്ലോക്കിൽ പെട്ടായിരുന്നു. എനിക്ക് തോന്നണ വെക്കേഷൻ ആയതുകൊണ്ടേ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു. അത്രയ്ക്ക് തിരക്കാണ്. ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ തന്നെ നമ്മൾ വന്നതിന് ശേഷം എന്തോരം ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. റൂമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നാളെ തുടങ്ങി കാണാം. 3 ദിവസം നമ്മളിവിടെ ഉണ്ടാവും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ പരമാവധി പകർത്തി നിങ്ങളെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോയുമായിട്ട്, പുതിയ ഇവിടുത്തെ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.